സോഷ്യൽ മീഡിയയിൽ ഒരു ബെസ്റ്റ് പേരന്റിങ് വേ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാര്യത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മുടെ ഡിസ്കഷൻ. അവർ പറഞ്ഞ ഈ കാരണങ്ങളെല്ലാം തന്നെ എന്തുകൊണ്ട് ഇത് ചെയ്യണം എന്നുള്ള കാരണങ്ങളൊക്കെ തന്നെ വളരെ വാലിഡ് ആണ്. കാരണം കുട്ടികൾക്ക് ഫിനാൻഷ്യൽ മൈൻഡ് സെറ്റ് വേണം, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അറിഞ്ഞിരിക്കണം, ഫിനാൻഷ്യൽ ലിറ്ററസി ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റ് ഇതൊക്കെ വളരെ ആവശ്യമാണ്. കാരണം പലപ്പോഴും കുട്ടികൾ അഡൽട്സ് ആയിട്ട് പിന്നീട് പല സൂയിസൈഡുകളുടെ കാരണവും പല ഹൈ ഡെറ്റുകളുടെ കാരണവും ഒക്കെ ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിക്കാത്തതുകൊണ്ടാണ്. നമ്മളെല്ലാം എങ്ങനെ മണി ഏൺ ചെയ്യാനാണ് നമ്മൾ പഠിക്കണം. ഫുള്ള് ഏൺ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പലപ്പോഴും നമ്മൾ പഠിക്കാതിരിക്കുന്നു. അത് കാരണം പാളിച്ച പലപ്പോഴും ഒരു ഫസ്റ്റ് സാലറി തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ക്രെഡിറ്റ് കാർഡ് ഡെറ്റ്സ് ഒക്കെ ഭയങ്കരമായ സിവിയർ ഇഷ്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ വളരെ ഏർലി തന്നെ കുട്ടികളെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിപ്പിക്കാനായിട്ട് കുട്ടികൾക്ക് മണി കൊടുക്കുകയും ഓരോ സ്റ്റേജിൽ ഓരോ ഏജിൽ നമ്മൾ ഓരോ കാര്യങ്ങളാണ് ചെയ്തത്. വളരെ ഏർലി തന്നെ അവര് ശരിക്കും പറഞ്ഞാൽ അഡിഷനും സബ്ട്രാക്ഷനും പഠിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്കായിട്ട് ചെറിയൊരു അലവൻസ് നമ്മൾ അലൊക്കേറ്റ് ചെയ്ത് അതിൽ നിന്ന് അവരുടെ ആഗ്രഹങ്ങൾ, അതായത് അവരുടെ ബേസിക് നെസസിറ്റീസ് അല്ല നമ്മളവിടെ കൊടുത്തത്, മറിച്ച് ഇപ്പൊ ആഗ്രഹം ഉണ്ടാവില്ല, ഇപ്പൊ പുറത്തു പോകുമ്പോ വാണ്ട്സ്, അതെ അവരുടെ നീഡ്സ്. നമുക്ക് അവരൊരു എല്ലാ എക്സ്പെൻസുകളെ ഇപ്പം രണ്ടായിട്ട് തരംതിരിച്ചാൽ ഒന്ന് നീഡ്സും ഒന്ന് വാണ്ട്സുമാണ്. നീഡ്സ് എന്ന് വെച്ചാൽ ഐ നീഡ് ഫുഡ്, ഐ നീഡ് ഷെൽട്ടർ. ബേർഡൻ, അതെ, ആ ഒരു ബേർഡൻ അവർക്ക് കൊടുക്കാതെ എന്ന് അവരുടെ വാണ്ട്സിന് വേണ്ടി ഐ വാണ്ട് എ ടോയ്, ഐ വാണ്ട് എ ചോക്ലേറ്റ്, whatever it is. ചോക്ലേറ്റ് നമ്മൾ ആരും ചോദിച്ചിട്ടില്ല, കാര്യം അവർക്ക് അതിന്റെ ടേസ്റ്റ് അതുവരെ അങ്ങനെ അറിയില്ലായിരുന്നു. ആദ്യമേ ഷുഗർ അങ്ങനെ ചോക്ലേറ്റ് കഴിക്കൽ കുട്ടികൾക്ക് ആൾക്കാരോട് തരുന്ന ചോക്ലേറ്റ് പണ്ട് സ്ഥിരം നമുക്ക് ചോക്ലേറ്റ് തന്നിരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ ചോക്ലേറ്റുകളൊക്കെ ഞങ്ങളാണ് കഴിച്ചത്. രഹസ്യമായ സത്യം പുറത്തു പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ 2 വയസ്സ് 3 വയസ്സൊക്കെ ആയിട്ടാണ് ഈ മൂത്ത ആൾക്ക് നമ്മൾ അങ്ങനെ എക്സ്ട്രാ വേറെ ഷുഗർ, ആഡഡ് ഷുഗർ കൊടുത്തു തുടങ്ങിയത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഈ ഒരു അലവൻസ്. അലവൻസ്. അപ്പോൾ അഡിഷൻ സബ്ട്രാക്ഷൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അങ്ങനെ അലവൻസ് അവർക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് അവരുടെ വാണ്ട്സ് എങ്ങനെ അവർ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ചെറുതിലേ തന്നെ തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് തോന്നാം അവരെങ്ങനെയാ മണി കാൽക്കുലേറ്റ് ചെയ്ത് വാങ്ങാന്നൊക്കെ. അതിനവർ നമ്മളെ അപ്രോച്ച് ചെയ്യുമായിരുന്നു. അവർക്ക് കിട്ടുന്ന അലവൻസിന്റെ അകത്ത് നിൽക്കുന്നതാണോ അവർക്കുള്ള ഈ ഒരു ബോണ്ട്, ഇതെനിക്ക് എടുക്കാൻ പറ്റുമോ? അപ്പൊ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും, ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത്ര രൂപ പിന്നെ ബാക്കി ഉണ്ടാവുക. അത് ഇപ്പൊ 2 rupees എന്ന് പറയുന്നത് ഓൾറെഡി കിട്ടിയ 10 rupeesന്റെ ഇത്രയാണ് ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വളരെ ചെറിയ ഏജ് തൊട്ട് തുടങ്ങിയിരുന്നു. എന്നാൽ അത് വളർന്നു വന്നപ്പോ ഈ വോണ്ട് എന്നുള്ള കാറ്റഗറിയിൽ പലതും വന്നു. പിന്നെ അതല്ലാതെ ചാരിറ്റി അവരുടെ കിട്ടുന്ന അലവൻസിന്റെ ഒരു പാർട്ടായി. എങ്ങനെ ഇത് ബഡ്ജറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അവരെ പഠിപ്പിച്ചു. അവർക്ക് ലെഡ്ജർ ബുക്കും അക്കൗണ്ട്സ് കൊടുത്തു. അത് പിന്നീട് അവരെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആംഗിളിലേക്കും കൊണ്ടുവന്നു. ഷെയർസ് വാങ്ങുന്ന ലെവലിലും അങ്ങനെയൊക്കെയുള്ള മണി എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യിക്കാം, അത് ഗ്രോ ചെയ്യിക്കാൻ വന്നു. കൂടെ അതിന്റെ പാർട്ടായിട്ട് തന്നെ അവരെ ഒരു എത്തിക്കൽ സൈഡ് ഓഫ് ദ ഫിനാൻസ്, അതെങ്കിൽ നമ്മളൊരു പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളവരല്ല, ശരിയായ രൂപത്തിൽ ആണ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ശരിയായ രൂപത്തിലുള്ള എന്നുള്ള എത്തിക്കൽ സൈഡ്, മോറൽ സൈഡും വന്നു. കൂടെ അവർക്ക് വേറൊരാളെ അതിന്റെ ആവശ്യകതയും അവരൊരു മണിയിൽ നിന്നാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര എന്താ പറയാ സർപ്രൈസിങ് എന്ന് പറയുന്നതിനപ്പുറം സന്തോഷം തോന്നിയ ഒരു മൊമെന്റ് ആണ്. ഇപ്പൊ ഞങ്ങള് പള്ളിയിൽ പോയിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കിന് എന്റെ പേഴ്സിൽ പൈസ ഒന്നുമില്ല, പക്ഷെ മൂസാന്റെ പേഴ്സ് എടുത്തിരുന്നു. ഹി ടുക്ക് ദ മണി ആൻഡ് പുട്ട് എന്താ പറയാ അവിടുത്തെ ഒരു ചാരിറ്റിക്ക് വേണ്ടി. എന്റെ അടുത്ത് ചോദിച്ചിട്ട് പോലില്ല, കാരണം എന്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഹിസ് മണി, അയാൾക്ക് മന്ത്ലി കിട്ടുന്ന അലവൻസിൽ നിന്നാണ്. ബട്ട് ഹി ഡിഡ് ദാറ്റ്. ആക്ച്വലി ഐ ഫെൽറ്റ് വെരി ഹാപ്പി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിരുന്ന ഒരു കാര്യമാണ്. അപ്പം അവിടെയാണ് എനിക്ക് വേറൊരു കാര്യം തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ എനിക്കിപ്പം തന്നെ നമ്മുടെ ഒരു ലൈഫില് കുട്ടികൾ ചാരിറ്റി ചെയ്യണം എന്നുള്ള ഞങ്ങൾ ചെറുതിലെ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ പിന്നീട് എല്ലാം ഗൂഗിൾ പേ ആയതോടുകൂടി എല്ലാരും ഗൂഗിൾ പേയിലാണ് അറിയിക്കുന്നുണ്ടല്ലോ. മദർ സോൾവ്സ് ദ പ്രോബ്ലം. അത് നമ്മൾ ഓരോ വട്ടവും ഇപ്പൊ പൊതുവെ നമ്മൾ റമദാന് മുമ്പാണല്ലോ അങ്ങനെ ഒരു റമദാൻ ടൈമിലാണല്ലോ അങ്ങനെ ഒരു ഇത് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുന്ന ഇതെല്ലാം കുട്ടികളുമായിട്ട് ആ ഒരു കേസ് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് രണ്ടുപേരും അതിൽ കൂടുതലുണ്ട്. അപ്പൊ ഈവൻ അവരുടെ ഒപ്പീനിയൻ എടുക്കലുണ്ട്. ഇപ്പൊ 2-3 കേസ് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് ആർക്ക് എത്ര എങ്ങനെ എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഞങ്ങളും ഇടും അവരും ഇടും. അപ്പൊ ആ ഒരു ശീലം അതങ്ങനെ കണ്ടിന്യൂ. അപ്പം അതിന്റെ റിസൾട്ട് ഒക്കെയാണ് അവർക്ക്. ഞാൻ ഇടാത്തൊരിടത്തും അയാൾ എന്ത് ചെയ്തിരുന്നു, എന്റെ പൈസ അല്ല ഇടാൻ, പക്ഷെ അയാൾ അത് കൃത്യമായിട്ട് പൈസ എടുത്തിട്ട് അവിടെ ഇട്ടിരുന്നു. അപ്പൊ ഈ ഒരു
അപ്പൊ ഈ ഫിനാൻസ് ചെറുതിലെ കൊടുക്കുന്നതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ചെറുതിലെ നമ്മൾ കൊടുക്കുക വളരെ ചെറിയൊരു പൈസയാണ്. അപ്പൊ ആ ചെറിയ പൈസയിൽ നിന്ന് അവർ ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാക്കും, അവർ അതിൽ നിന്ന് ലേൺ ചെയ്തെടുക്കും. ആദ്യം കുട്ടികൾ ചിലപ്പോ ഒരു 5 മിനിറ്റ് കൊണ്ട് കഴിച്ചു തീരുന്ന ഒരു ഭക്ഷണമാണ് അവരുടെ അലവൻസിൽ വാങ്ങിക്കൊണ്ടിരുന്നതെങ്കിൽ പിന്നെ അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്യുമ്പോൾ പതുക്കെ അവർ ആ മണി സേവ് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്ന് പെട്ടെന്ന് നശിച്ചു പോകുന്നതല്ലാത്ത സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി. ഇനി ഒരാൾക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ 4 പേരും ബാക്കി 3 പേരും പൈസ ഇട്ട് അവരുടെ മണി കൂട്ടി ഒരു സാധനം വാങ്ങാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ അതിലൂടെ അവർ ലേൺ ചെയ്തെടുത്ത പല സ്കിൽസും ഉണ്ട്. അപ്പൊ മറിയ ഇത്ര സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ അത് ഘട്ടം ഘട്ടമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ സംടൈംസ് വി നീഡ് എക്സ്റ്റേണൽ സപ്പോർട്ട്, ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു പാത്തിലൂടെ കൊണ്ടുപോകേണ്ടവർ. ക്രിങ്ക് ഡെഫിനറ്റ്ലി മറിയത്തിന്റെ വെഞ്ചർ ആണ് ക്രിങ്ക്. ക്രിങ്ക് ആക്ച്വലി ഡസ് ദാറ്റ്. ആക്ച്വലി അവർക്ക് സൈക്കോളജിസ്റ്റുകളും മെന്റേഴ്സും ഉണ്ട്. അവർ ആ രൂപത്തിൽ കൊണ്ടുവരും. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇവിടെ സൈഡിൽ കാണുന്ന റിവ്യൂ എന്ന് പറയുന്നത് ഇത് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു പേരന്റ് ആണ്. അവർ ഘട്ടം ഘട്ടമായി ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് അവരുടെ കൂടെ ഒരു മെന്റർ അവർക്ക് സപ്പോർട്ട് ചെയ്ത് ഒരു കുട്ടിയെ സെൽഫ് ആയിട്ട് ഫിനാൻസ് മാനേജ് ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. അപ്പം ഇവിടെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇപ്പം ഒരു ഓണ്ടർപ്രണേറിയൽ മൈൻഡ് സെറ്റ് വളരെ നീഡഡ് ആണ്. കുട്ടികൾ ഓണ്ടർപ്രണേറിയൽ ആയി ചിന്തിക്കണം. ഓണ്ടർപ്രണേറിയൽ മൈൻഡ് സെറ്റിന്റെ ബിഗിനിങ് തന്നെ എന്ന് പറയുന്നത് ഇറ്റ് നോട്ട് അബൌട്ട് മേക്കിംഗ് മണി. മണി ഈസ് ദ എൻഡ് ഓഫ് ഇറ്റ്. യു സോൾവിങ് എ റിയൽ പ്രോബ്ലം എന്നുള്ളതാണ്. ആ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാനും ഒരാളുടെ പെയിൻ പോയിന്റ് മനസ്സിലാക്കാനും അവിടെ റൈറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് ട്രൈ ചെയ്യുന്നതുമാണ് ശരിക്കും പറഞ്ഞ ഒരു ഓണ്ടർപ്രണറിയൽ മൈൻഡ് സെറ്റ്. മണി വേണം, മണി ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒന്നും ലോകത്ത് മണി ഉണ്ടാക്കില്ല. അതേസമയം ഐ വാണ്ട് ടു സോൾവ് ദിസ് ഇഷ്യൂ എന്നുള്ളതാണ്. അപ്പൊ അതിലൊരു വൺ ഓഫ് ദ ബെസ്റ്റ് കോട്ട് ഫ്രം ആക്ച്വലി ക്രിയേറ്റീവ് തിങ്കിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോട്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഓർഡിനറിയിൽ നിന്നാണ് എക്സ്ട്രാ ഓർഡിനറി ഇന്നോവേഷൻസ് ഉണ്ടാവും. സോ ഇപ്പം ഐ നോ എ പേഴ്സൺ ആക്ച്വലി ഹി ബിൽഡ് എ 20,000 crore ബിസിനസ് സെല്ലിങ് ഇഡ്ലി മാവ്. ഐ നോ ഹിം പേഴ്സണലി. അപ്പം ഏറ്റവും ഓർഡിനറി ആയ ഒരു ഇഡ്ലി മാവിൽ നിന്നും പേഴ്സൺ മേഡ് 20,000 crore ബിസിനസ് ഉണ്ടാക്കുകയാണ്. സോ ദിസ് ഈസ് യു ക്യാൻ സി, നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് കാര്യം പീപ്പിൾ യൂസ് സിമ്പിൾ ഓർഡിനറി തിങ്സിൽ നിന്നാണ് ഗ്രേറ്റർ ഇന്നോവേഷൻസ് ഉണ്ടാവുക. അപ്പൊ കുട്ടികൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന്റെ ജേർണിയിൽ വേണ്ടുന്നത് ഒന്ന് ഇതാണ്, ഒബ്സർവേഷൻ ആണ്. ഓർഡിനറി സാധനങ്ങളെ ഒബ്സർവ് ചെയ്യുക. ഓർഡിനറി ആൾക്കാരുടെ ഓർഡിനറി പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ എങ്ങനെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടൊരു സൊല്യൂഷൻ അവിടെ കൊണ്ടുവരാമെന്നുള്ളതും, പിന്നെ നമ്മൾ ചെറുതിലെ തന്നെ കുട്ടികൾക്ക് നമ്മൾ കുട്ടികളുടെ ഫെയിലിയർ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് അവിടെ ഒരുപാട് മാറ്റർ ചെയ്യും. അതായത് പലർക്കും ഒരു ഇന്നോവേറ്റീവ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റാത്തത് തന്നെ ഇറ്റ് ഇസ് ബിക്കോസ് ദേ ആർ നോട്ട് റെഡി ടു ടേക്ക് ദ റിസ്ക് എന്നുള്ളതാണ്. ആ ഒരു ഫെയിലിയറിന് പേടിയുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ മക്കളുടെ ഫെയിലിയേഴ്സിനെ നമ്മൾ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുന്നു, ദോസ് ആർ ശരിക്കും ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസ് ആണല്ലോ. അത് ആ രീതിയിലാണോ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതെന്നും നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. അതും അവരുടെ ഒരു ഓണ്ടർപ്രണറിയൽ ജേർണിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. Then let's go actually ഒന്നും കൂടെ നമ്മൾ ആദ്യം കണ്ട വീഡിയോന്റെ ഒരു ഭീകരത നമുക്ക് അതിന്റെ ഡെപ്ത് ഓഫ് ക്രൈം നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ റിയൽ കേസ്. ഞങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നു, നമ്മുടെ പേരന്റിംഗ് കമ്മ്യൂണിറ്റിയിൽ ഒരു പേരന്റിംഗ് മെമ്പർ ആണ്. ഷീ ആക്ച്വലി ഷെയർഡ് ദീസ് തിങ്സ്. ഈ ഒരു വീഡിയോ അവിടെ ഡിസ്കഷൻ വന്നപ്പോൾ അവരിട്ടതാണ്. അതായത് ദേ ട്രൈഡ് ഇറ്റ് ഔട്ട്. ഒരു 7 year old ആയിരുന്നു അവരുടെ കുട്ടി. അപ്പോൾ ഹൗസ് ഹോൾഡിലെ കാര്യങ്ങളെല്ലാം ചെയ്യിക്കാൻ വേണ്ടിയാണ് ആദ്യം പൈസ കൊടുത്ത് തുടങ്ങിയത്. പിന്നെ പക്ഷെ എല്ലാത്തിനും ഇതുപോലെ ഡിമാൻഡ് ചെയ്ത് തുടങ്ങി. ഒന്നും മണി കിട്ടാതെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക്, വീട്ടിലൊന്ന് മാറിയിരിക്കണമെങ്കിൽ പൈസ കിട്ടണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കുട്ടികൾ മാറാൻ തുടങ്ങി. അത് കുട്ടികൾ അങ്ങനല്ല, കുട്ടികൾ ജനിച്ച് വീഴുന്ന തന്നെ അവർക്ക് ചുറ്റുമുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മളുടെ പിന്നീടുള്ള ഇതാണ് അങ്ങനെ എത്തിക്കാന്ന് പറയുന്നത്. പിന്നെ ഒരു പോയിന്റിൽ കുട്ടിയിൽ നിന്നൊന്നും കാണാതെ വന്നപ്പോൾ, അതായത് ഇവർക്ക് വേണ്ടുന്നൊന്നും ചെയ്യാതെ വന്നപ്പോഴേക്കും അവർ ഫൈൻ ചാർജ് ചെയ്യാൻ തുടങ്ങി കുട്ടീനെ. ബിക്കോസ് കുട്ടിക്ക് കിട്ടുന്നുണ്ടല്ലോ, പൈസ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്നൊരു കോമ്പൻസേഷൻ പോലെ ഫൈൻ ചാർജ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഇതുപോലെ മദർ ഭയങ്കര ഗ്രീഡിയാണ് എന്നുള്ള രീതിയിൽ കുട്ടി ആക്ച്വലി മദർ അപ്പൊ കാണുന്നത് കുട്ടി ഗ്രീഡി ആണെന്ന്. ഓക്കെ, കുട്ടിക്ക് ഒരു ഗ്രീഡിനെസ് വന്നു, കാരണം എവറിത്തിങ് അറ്റാച്ച് വിത്ത് മണി എന്നുള്ളത്. അപ്പൊ അവർ പറയുന്നത് ഇറ്റ് ടുക്ക് എ ലോങ് ടൈം ടു ഹീൽ ഫ്രം ദിസ് റോങ് പേരന്റിങ് മെത്തേഡ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പലതും മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ഒരു കുടുക്കിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറുക എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒന്നല്ല. അപ്പൊ വീണ്ടും നമ്മളിപ്പോ കഴിഞ്ഞ ഒരു വീഡിയോയും ചെയ്തിരുന്നു അല്ലെ, സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മൾ ടിപ്സ് എടുക്കുമ്പോൾ ഈവൻ ഞങ്ങൾ എടുക്കുന്ന ഈ ടിപ്പ് പോലും യു തിങ്ക് അബൌട്ട് ഇറ്റ്, you do your own research and decide on it. Otherwise actually you look at actually people's credentials, our experience,
അവരുടെ റോള് അതിന് വാലിഡിറ്റി ഉണ്ടോ എന്ന് നോക്കുക. തിങ്ക് അബൌട്ട് ദീസ് തിങ്സ്. അപ്പം നമ്മുടെ ഒരു മൈൻഡിനെ തന്നെ ഇതൊക്കെ ഒരു ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാറ്. നോട്ട് ഈവൻ അസ് ആക്ച്വലി, ഡോണ്ട് ഫോളോ അസ് ബ്ലൈൻഡ്ലി. തിങ്ക് അബൌട്ട് യുവർ സെൽഫ്, ലുക്ക് അറ്റ് പീപ്പിൾസ് ക്രെഡൻഷ്യൽസ്, ദെൻ അച്ചീവ് തിങ്സ്. അതെ, പിന്നെ എപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ ഒരു എയിം മാത്രമല്ല ഒരു പേരന്റിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ലോങ് ടേം ഗോളില്, ഒരു ലോങ് ടേമിൽ നമുക്കിത് ശരിക്കും ബെനിഫിഷ്യൽ ആണോ നമ്മുടെ ഈ ഒരു ടാക്ടിക് എന്നാണ് നമ്മൾ മെയിൻലി മനസ്സിൽ വെക്കേണ്ടത്. സോ ഓക്കെ, എന്നാ അതെ, എന്നാ അടുത്തൊരു വീഡിയോ കാണാം. സോ മറക്കണ്ട ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും. ബൈ ബൈ.